ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിവിള ദിനേശ്. കൊരയ്ക്കുകയും വാലാട്ടുകയും ഒരേ സമയം ചെയ്യുന്നയാൾ എന്ന് പറഞ്ഞാൽ അത് കുറഞ്ഞു പോവും. വ്യത്യസ്തനായ ഒരാൾ എന്ന് പറഞ്ഞാലും പോരാ. ശുദ്ധൻ, ദുഷ്ടന്റെ ഫലം ചെയ്യും, അങ്ങനെയുള്ള ഒരാളാണ് എന്ന് പറഞ്ഞാലും പോരാ. ശുദ്ധനാണോ? ആണ്. വഞ്ചകനാണോ? ആണ്. ഹൃദയാലുവാണോ? ആണ്. നാണം ഒട്ടുമില്ലാത്തവനാണോ? ആണ്. സഹജീവികളോട് സഹാനുഭൂതി ഉള്ളവനാണോ? പിന്നെ നല്ല സഹാനുഭൂതിയുള്ള ആളാണ്. കള്ളം പറയുന്നവനാണോ? ആണ്. പൊങ്ങച്ചക്കാരനാണോ? പിന്നെ ഇല്ല. ഇതുപോലെ ലോകത്ത് പൊങ്ങച്ചുള്ള ഒരു ആളിനെ ഈ അടുത്ത കാലത്തൊന്നും നമ്മളാരും കണ്ടിരിക്കില്ല. വായിൽ തോന്നിയതേ കോതയ്ക്ക് പാട്ട് എന്ന് പറഞ്ഞ കണക്ക് പലതും പറയുന്നവനാണോ? അതേ പറയൂ. പേര് പറയാമോ? നിങ്ങൾ മനസ്സിലൊന്ന് ഇത്രയും ക്വാളിറ്റി വെച്ചോണ്ടൊന്ന് ആലോചിച്ച് നോക്കി. ഈ പ്രോഗ്രാം കാണുന്നവർക്ക് മനസ്സിലാവും കക്ഷിയെ എന്നാണ് എൻ്റെ വിശ്വാസം. കൂടുതലായിട്ട് പറയണമെങ്കിൽ അസുരനിൽ അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ അക്ഷരം തുടങ്ങും. എന്നാൽ മഹാബലി എന്ന് എഴുതുന്നതിലില്ല. സത്യനന്ദിക്കാരൻ്റെ രേവതിക്കൊരു പാവക്കുട്ടിയിൽ ഇദ്ദേഹത്തിൻ്റെ പേരിൻ്റെ ഒരക്ഷരമുണ്ട്. എന്നാൽ സത്യേട്ടൻ്റെ തന്നെ TP ബാലഗോപാൽ MAയിൽ ഒരക്ഷരവും ഇല്ല. സുരേഷ് ഗോപി നായകനായ രാഷ്ട്രം സിനിമയിൽ ഒരക്ഷരമുണ്ട്. പേരിൻ്റെ ഒരക്ഷരം അതിലുണ്ട്. പക്ഷെ എന്നാൽ ഷാജി കൈലാസിൻ്റെ തന്നെ തലസ്ഥാനം എന്ന സിനിമയിൽ ഒരക്ഷരവും ഇല്ല. എന്നാൽ TP ബാലഗോപാലൻ MA എന്ന് പറയുന്ന സിനിമയിൽ തന്നെ ഒരക്ഷരമുണ്ട്. അടുത്തതായി പറയാവുന്നത് സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന് പറഞ്ഞ എല്ലാ സത്യേട്ടൻ്റെ പടം അതിലില്ല കേട്ടോ. ഇനിയും സത്യേട്ടൻ്റെ പടം തന്നെ പറയാം. ഹൃദയപൂർവ്വത്തിൽ ഇല്ല, പക്ഷേ പിൻഗാമിയിലുണ്ട് ഒരക്ഷരം. പറയൂ, ആരാ കക്ഷി? നിങ്ങൾ കൂട്ടി നോക്കൂ. ഞാൻ പറഞ്ഞത് വെച്ചൊന്ന് കൂട്ടി നോക്കൂ. അസുരനിൽ ഉണ്ട്, എന്നാൽ മഹാബലിയിലില്ല എന്ന് പറഞ്ഞിടം മുതൽ ഹൃദയപൂർവ്വത്തിലില്ല, പിൻഗാമിയിലുണ്ട് എന്ന് പറയുന്നിടം വരെ അന്വേഷിച്ച് നോക്കൂ. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എന്നാണ് എൻ്റെ വിശ്വാസം. ആലോചിച്ചാൽ, കൂട്ടി വായിച്ചാൽ പറയാൻ കഴിയും. അല്ലെങ്കിൽ അത് വേണ്ട, ഞാൻ തന്നെ പറഞ്ഞേക്കാം. നമ്മുടെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയാണ് ഈ വിചിത്രമായ സ്വഭാവക്കാരൻ. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പറഞ്ഞു. എനിക്ക് അദ്ദേഹത്തോട് യാതൊരു ശത്രുതയില്ല. എനിക്ക് സുരേഷ് ഏട്ടാന്ന് ഞാൻ വിളിക്കുന്ന ആത്മാർത്ഥയോടെ തന്നെ, എന്നെ കണ്ടാൽ വഴക്കാളി എന്ന് വിളിക്കുന്നതും ആത്മാർത്ഥയോടെ തന്നെ എന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾ വെറുതെ പറയുന്നതാണ്, ആരെങ്കിലും പറഞ്ഞാൽ നിങ്ങൾക്കൊരു ചുക്കും അറിയില്ല എന്ന് പറയേണ്ടി വരുമെന്നൊക്കെ നിങ്ങൾ പറയും. പക്ഷേ ഞാൻ സത്യസന്ധമായി പറയുകയാണ്, ഈ പറഞ്ഞ വിചിത്രമായ ക്വാളിറ്റിയുള്ള ആളാണ് സുരേഷ് ഗോപി. അദ്ദേഹം ശുദ്ധനാണ്, അതുകൊണ്ടാണ് ഈ അബദ്ധം പറ്റുന്നത്. എന്നാൽ വഞ്ചകനാണോ എന്ന് ചോദിച്ചാൽ വഞ്ചകനാണ്. അതിൻ്റെ കഥകളൊക്കെ വേണമെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, പല കഥകളും വഞ്ചനയുടെ കഥകൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം അങ്ങനത്തെ ഒരു വിചിത്ര സ്വഭാവക്കാരനാണ് സുരേഷ് ഗോപി. എന്നാൽ അത്തരം വിചിത്ര സ്വഭാവക്കാരനായ സുരേഷ് ഗോപി ഏറ്റെടുത്ത ഒരു സത്പ്രവൃത്തി കണ്ടപ്പോൾ അല്ലെങ്കിൽ കേട്ടപ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷം തോന്നി. അതും പറക്കമുറ്റാത്ത ഒരു പെൺകുട്ടിക്ക് വേണ്ടി. നമ്മൾ സുരേഷ് ഗോപി എന്നല്ല, മോഹൻലാൽ എന്നല്ല, മമ്മൂട്ടി എന്നല്ല, ദിലീപ് എന്നല്ല, ആരായാലും ശരി, നമ്മൾ ഫാൻസ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റ് അല്ലല്ലോ, സെക്രട്ടറി അല്ല. നല്ലത് ചെയ്താൽ നല്ലത്, ചീത്ത ആര് ചെയ്താലും, ഏത് തല തൊട്ടപ്പം ചെയ്താലും ചീത്ത തന്നെയാണ്. സുരേഷ് ഗോപി ചെയ്ത ഒരു സത്പ്രവൃത്തി ഇന്നലെ 24 റിപ്പോർട്ടർ ചാനലിൽ കണ്ടപ്പോൾ എനിക്ക് വല്ലാതെ എന്താ പറയുക, സന്തോഷം തോന്നി അദ്ദേഹത്തോട്, സ്നേഹം തോന്നി അദ്ദേഹത്തോട്. സ്റ്റീവൻ ജോൺസൺ സിൻഡ്രോം എന്ന് കേട്ടാൽ നിങ്ങൾ എന്ത് പറയും? സ്റ്റീവൻ ജോൺസൺ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ പറയാൻ പോകുന്നത് വിഖ്യാതനായ ബ്രിട്ടീഷ് ഭൗതിക ശാസ്ത്രജ്ഞൻ സ്റ്റീഫൻ വില്യം ഹോക്കിങ്സിൻ്റെ സഹോദരൻ എന്ന് തോന്നാം. വീൽ ചെയറിൽ നിങ്ങൾ കണ്ടില്ലേ, ഇങ്ങനെ ഇരുന്ന് യാത്ര ചെയ്യുന്നത് നിങ്ങൾ കണ്ടിരിക്കും. 21-ാം വയസ്സിൽ പരമാവധി 2 വർഷം കൂടി ആയുസുള്ളൂ എന്ന് ഡോക്ടർമാർ വിധിച്ച് പിന്നെയും 55 വർഷങ്ങൾ വിജയകരമായി ജീവിച്ചു കാണിച്ച അദ്ഭുത മനുഷ്യനായിരുന്നു ഹോക്കിങ്സ്.
അമയോട്രോഫിക് ലാറ്ററൽ സ്ക്ലീറോസിസ് എന്ന് പറയുന്ന ALS എന്ന മാരകമായ രോഗം ബാധിച്ച ആളായിരുന്നു ഹോക്കിൻസ്. 78 വയസ്സ് വരെ രോഗത്തോട് പൊരുതി 2018 മാർച്ച് 14 അദ്ദേഹം ഈ ലോകം വിട്ടുപോയി. നമ്മൾ പറഞ്ഞതിൽ വഴിമാറിപ്പോയോ എന്ന് സംശയമുണ്ട്. സ്റ്റീവൻ ജോൺസൺ സിൻഡ്രം എന്നത് ഒരു രോഗമാണ്. മദ്യപാനികൾക്ക് വരുന്ന ഒരു രോഗം എന്ന് വേണമെങ്കിൽ പറയാം. ചില മരുന്നുകൾ നമ്മൾ പനിക്കൊക്കെ കഴിക്കുന്ന, ജലദോഷത്തിനെ കഴിക്കുന്ന പാരസെറ്റമോളിൽ നിന്ന് പോലും ചിലർക്ക് ഈ രോഗം വരാം എന്നാണ് പറയുന്നത്. കണ്ണിനെയാണ് അത് ബാധിക്കുന്നത്. വേറെ പ്രശ്നമൊന്നുമില്ല, വെളിച്ചത്തിലേക്ക് നോക്കാൻ പറ്റില്ല. പിന്നെ ഈ രോഗം വരുന്നവർ ഇരുട്ടുമുറിയിൽ അഭയം തേടും. ഇരുട്ടുമുറിയിൽ മാത്രം, പുറത്ത് വെളിച്ചം ഒരു ബൾബ് ഇട്ടാൽ പ്രശ്നമാവും. അതുകൊണ്ട് എപ്പോഴും ഇരുട്ടത്തിരിക്കുന്ന ഒരു രോഗമാണിത്. കൊല്ലത്തുകാരിയായ നിഹാന എന്ന സുന്ദരിയായ ഒരു 9 വയസ്സുകാരിയെ, എന്താ പറയുക, ഒരു പാവപ്പെട്ട കുടുംബം, ആ കുടുംബത്തിലെ 9 വയസ്സുകാരിക്ക് ഈ അപൂർവമായ രോഗം ബാധിച്ചു. ട്രീറ്റ് ചെയ്ത് കയ്യിലുണ്ടായിരുന്നതും കടം വാങ്ങിയതും എല്ലാം വിറ്റ് തൊലച്ചു. പക്ഷേ അസുഖം ഭേദമായില്ല. എറണാകുളത്ത് ഗിരിധർ എന്ന് പറയുന്ന കണ്ണാശുപത്രിയിലോ ഹൈദരാബാദിലെ LV പ്രസാദ് ആശുപത്രിയിലോ നിഹാനയെ കൊണ്ടുപോകാൻ ചികിത്സിച്ച ഡോക്ടർമാർ പറഞ്ഞു. ഈ കുട്ടിയുടെ നിസ്സഹായ അവസ്ഥ റിപ്പോർട്ടർ ചാനലിൽ വാർത്തയിൽ പറഞ്ഞു. ആ വാർത്ത കണ്ടിരുന്ന കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി റിപ്പോർട്ടറിൽ സുജയ പാർവതിയെ ലൈവിൽ വിളിച്ചു കാര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞു. അദ്ദേഹം വളരെ സീരിയസ് ആയിട്ട്, അവിടേക്കാണ് അദ്ദേഹത്തെ അഭിനന്ദിക്കേണ്ടത്, വളരെ സീരിയസ് ആയിട്ട് അദ്ദേഹം ചോദിച്ചു, സുജയ എന്താണ് ആ കുട്ടി നിഹാന എന്ന് പറഞ്ഞാൽ അണ്ടർലൈനിട്ട് നമ്മൾ ഓർക്കണം, ആ പെൺകുട്ടി ഒരു മുസ്ലിം പെൺകുട്ടിയാണ്. ആ കുട്ടിയെക്കുറിച്ചാണ് സുരേഷ് ഗോപി ചോദിക്കുന്നത്. എന്താണ് സുജയ ആ കുട്ടിയുടെ പ്രശ്നം എന്ന് കേട്ടു. വളരെ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു. അപ്പോൾ സുരേഷ് ഗോപി പറഞ്ഞത്, ഗിരിധറിലെ ഡോക്ടർ വിനയ് എന്ന കോർണിയ സ്പെഷ്യലിസ്റ്റിനെ ഞാൻ ബന്ധപ്പെടട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം കേന്ദ്രമന്ത്രി ഫോൺ കട്ട് ചെയ്തു. ഡോക്ടർ വിനയുമായി മന്ത്രി സംസാരിച്ചു. കുട്ടിയെ ആശുപത്രിയിലേക്ക് അയക്കാൻ പറഞ്ഞു. ഇന്നലെ രാവിലെ, നമ്മൾ ചിത്രീകരിക്കുന്ന ഇന്നലെ രാവിലെ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ്റെ സൗജന്യ ആംബുലൻസിൽ ഈ പറയുന്ന നിഹാനയും അവളുടെ അച്ഛനും അമ്മയും കൂടി എറണാകുളത്ത് ഗിരിധർ ആശുപത്രിയിലേക്ക് ചെല്ലുകയും അവിടെ കാത്തുനിന്ന ക്രൂ അവരെ സ്വീകരിക്കുകയും ചെയ്തു. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, വലത്തേക്ക് ചെയ്യുന്ന ഇടത്തേക്ക് അറിയരുതെന്നൊക്കെ പറയാം, അതൊക്കെ പണ്ടാണ്. പക്ഷേ സുരേഷ് ഗോപിയെ പോലെ ഒരാൾ, ഒരു കേന്ദ്രമന്ത്രി, ഒരു MP, വാർത്ത കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കാണുന്ന ഒരു 9 വയസ്സുകാരിയായ ഒരു മുസ്ലിം പെൺകുട്ടിയുടെ അസുഖം അറിഞ്ഞിട്ട്, അവളുടെ നിസ്സഹായാവസ്ഥ അറിഞ്ഞിട്ട്, അദ്ദേഹം ജനിച്ചു വളർന്ന കൊല്ലത്തുകാരിയാണെന്ന് കൂടി അറിഞ്ഞപ്പോഴായിരിക്കാം അദ്ദേഹത്തിന് സഹായിക്കണമെന്ന് തോന്നി. അദ്ദേഹം ഡോക്ടർ വിനയ് എന്ന് പറഞ്ഞ കോർണിയ സ്പെഷ്യലിസ്റ്റിനെ വിളിച്ച് സംസാരിക്കുകയും ആ കുട്ടിയെ ഗിരിധറിൽ ഇന്നലെ അഡ്മിറ്റ് ചെയ്യുന്നത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് ബഹുമാനം തോന്നി സുരേഷ് ഗോപിയോട്. അദ്ദേഹത്തിന് എന്നെ ഇഷ്ടമല്ല, കാരണം ഈ സത്യസന്ധമായി കാര്യങ്ങൾ സംസാരിക്കുന്നത് പുള്ളിക്ക് ഇഷ്ടമല്ല. ഞാനിപ്പോൾ ഏറ്റവും ഒരു പുതിയ അറിവ്, അദ്ദേഹത്തിൻ്റെ മക്കൾക്കും എന്നെ ഇഷ്ടമല്ലാത്തതാണ്. അദ്ദേഹത്തിൻ്റെ 2 ആൺമക്കൾക്കും എന്നെ ഇഷ്ടമല്ല, ചതുർത്ഥി പോലെയാണെന്ന് പറയുന്നു. പക്ഷേ എനിക്ക് ആ കുട്ടികളോട് പറയാനുള്ളത്, സുരേഷ് ഗോപിയുടെ മകനാണ്, സുരേഷ് ഗോപി ഒരു MP ആണ്, സുരേഷ് ഗോപി ഒരു സഹമന്ത്രിയാണ്, കേന്ദ്ര സഹമന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ ദേഹത്ത് ചെളിവാരി എറിയാതിരിക്കാൻ മക്കൾ ശ്രമിക്കണം എന്ന് ഞാൻ ഏതൊരു എപ്പിസോഡിൽ പറഞ്ഞല്ലോ. അതുകൊണ്ടായിരിക്കണം ആ ഇളയ പയ്യനൊക്കെ എന്നോട് ദേഷ്യമുള്ളത്. അതൊന്നും എനിക്ക് പ്രശ്നമേ അല്ല. നമ്മൾ ആര് നല്ലത് ചെയ്താലും നല്ലതെന്ന് പറയും, ചീത്ത ചെയ്താൽ ചീത്തയെന്ന് പറയും. അതിന് ഏത് കൊടി കെട്ടിയവൻ്റെ ആയാലും. എന്തായാലും നിഹാനയ്ക്ക് വേണ്ടി സമയം മെനക്കെടുത്തി കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു കുടുംബത്തിൻ്റെ, എന്താ പറയുക, എല്ലാ സ്വപ്നങ്ങളും, എന്തൊരു സുന്ദരി കുട്ടിയെന്നറിയാം. അവളുടെ ചിരിക്ക് കൊടുക്കണം പൈസ. ആ കുട്ടിയെ വർണ്ണാഭമായ ലോകത്തേക്ക് ആനയിക്കാനായി സുരേഷ് ഗോപി കാണിച്ച വലിയ മനസ്സിന് ഒപ്പം 24ൻ്റെ സുജയ പാർവതിക്കും ഒരു നല്ല നമസ്കാരം പറയണം. സുരേഷ് ഗോപി ചേട്ടന്, ഞാൻ സുരേഷ് ഗോപിയെ സുരേഷ് ഏട്ടാ എന്നാണ് വിളിക്കാറ്, ഇപ്പോഴും അങ്ങനെ തന്നെ. അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്നത് ഞാൻ എന്തോ അതിര് തർക്കമൊക്കെ ഉള്ള, പുള്ളിയോട് പടക്കമുള്ള ഒരാളാണെന്നാണ്. അല്ല, ഞങ്ങൾ ഒരുപാട് ചർച്ച ചെയ്യുമായിരുന്നേ. അദ്ദേഹം VS അച്യുതാനന്ദൻ്റെ വലിയ ആരാധകനായിരുന്നു. ഞാനും VSനെ സ്നേഹിച്ചിരുന്ന ആളായിരുന്നു. എവിടെ വെച്ച് കണ്ടാലും ഞങ്ങൾ രണ്ടുപേരും കൂടി VSനെ കുറിച്ച് സംസാരിക്കുമായിരുന്നു. ഇപ്പോഴാണ് അദ്ദേഹം BJP പോയ ശേഷമാണ് ഒരു മാനസികമായ അകൽച്ച ഞങ്ങൾ തമ്മിലുള്ളത്. അത് കൂടുതലായത് ഇപ്പോൾ ഈ MPയും മന്ത്രിയൊക്കെ ആയപ്പോൾ കൺട്രോൾ പോയി പുള്ളിയുടെ. അപ്പോഴാണ് നമ്മൾ പറയാനുള്ളതൊക്കെ പറയുന്നത്. എന്നിട്ട് ഞാൻ പലതും ഈ പ്രോഗ്രാമിലൂടെ പറയാതെ വിട്ട എത്രയോ കഥകളുണ്ട്. ഞാനതൊക്കെ അങ്ങ് വിട്ടതാണ്. ഈ എന്തൊരു കലുങ്ക് സമ്മേളനം ഒക്കെ നടത്തിയപ്പോൾ ഒരു വീട് വയ്ക്കാൻ ഒരു പാവത്താൻ ചെന്നപ്പോൾ ആ കവറ് പോലും വാങ്ങാതെ അയാളെ ഇൻസൾട്ട് ചെയ്ത് വിട്ടു.
ഒരു കേന്ദ്രമന്ത്രി എന്നുള്ള നിലയ്ക്കല്ല, തൃശ്ശൂർ MP എന്നുള്ള നിലയ്ക്ക് ആ കത്ത് വാങ്ങിയിട്ട് ആ വയസ്സായ വന്ധ്യവയോധികനായ മനുഷ്യനോട് പറയാമായിരുന്നു, ചേട്ടാ ഞാനിത് ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റിനോ ഈ വാർഡ് കൗൺസിലർക്കോ ഒരു കവറിംഗ് ലെറ്റർ വെച്ച് ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞതെങ്കിൽ തീർച്ചയായിട്ടും ആ കവറിംഗ് ലെറ്ററിന് വാല്യൂ ഉണ്ടാവും, ആ ചേട്ടന് വീട് നന്നാക്കാനുള്ള കാശും കിട്ടിയാൽ. അതിന് പകരം ആൾക്കാരുടെ മുന്നിലിട്ട് അയാളെ ഇൻസൾട്ട് ചെയ്യുന്നത് അതൊന്നും എനിക്ക് സഹിക്കാൻ പറ്റില്ല. എന്നിട്ടും ഞാൻ അതൊക്കെ വിട്ടതാണ്. ഇപ്പോൾ സുരേഷ് ഗോപി ഒരു നല്ല കാര്യം ചെയ്തപ്പോൾ അത് നിങ്ങളോട് പറയണം എന്നെനിക്ക് തോന്നി. സുരേഷ് ഏട്ടാ, നല്ല നമസ്കാരം. നമസ്കാരം. ഓരോ എപ്പിസോഡ് ചെയ്യുമ്പോഴും വളരെ വ്യത്യസ്തമായ ഒരു എപ്പിസോഡാണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞ് എനിക്ക് ബോറടിച്ചു തുടങ്ങി. പക്ഷേ നമ്മൾ തീർച്ചയായിട്ടും എൻ്റെ ചിന്ത മുഴുവൻ ഇവിടെ വ്യഭിചാര കഥകളും നുണകളും സുഖിപ്പിക്കലും ഒക്കെ ആണ് യൂട്യൂബിൽ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ ഭൂരിപക്ഷം നിൽക്കുന്ന നാട്ടിൽ ഓരോ എപ്പിസോഡ് ചെയ്യുമ്പോഴും അതിലെന്തെങ്കിലും ഒരു പുതുമ വേണം എന്നുള്ള അത്യാർത്തിയുള്ള ആളാണ് ഞാൻ. അതിനു വേണ്ടിയുള്ള ആലോചനയിലും ചിന്തയിലും പെരുമാറ്റത്തിലുമാണ് ഞാൻ. ഇന്ന് നമ്മളിവിടെ പറയുന്ന കഥയ്ക്കും ആ ഒരു ക്വാളിറ്റി ഉണ്ടാവും. യാദൃച്ഛികമായി സംഭവിച്ച കഥയാണ്. എനിക്ക് ഒരുപാട് പേര് ഫേസ്ബുക്കിൽ സിനിമാധിഷ്ഠിതമായ ഒരുപാട് സാധനങ്ങൾ അയച്ചു തരും. അങ്ങനെ എനിക്ക് വന്ന ഫേസ്ബുക്ക് പോസ്റ്റിലെ ഒരു ചിത്രമാണ് ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കുന്നത്. ഒപ്പം 25 വർഷം മുമ്പ് 80 രൂപ വിലയിട്ട് സുഷ കമ്മ്യൂണിക്കേഷൻസ് എന്ന ബാനറിൽ ആനേറ ഷാജി എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. നല്ല മനുഷ്യനായിരുന്നു. എനിക്ക് പ്രിയപ്പെട്ട ആ മനുഷ്യൻ്റെ നേതൃത്വത്തിൽ വർഷാവർഷം ഇറങ്ങിയിരുന്ന മിനിസ്ക്രീൻ ഡയറക്ടറിയുടെ 2000 ഇറങ്ങിയ പുസ്തകം ഞാൻ എൻ്റെ പുസ്തകക്കാട്ടിനകത്ത് വേറെ എന്തോ ഞാൻ തപ്പുന്നതിനിടയിൽ എൻ്റെ മുന്നിലേക്ക് ഇത് വെച്ചൊരു കഥ എഴുതോ എന്ന് പറയും പോലെ 2000 ഷാജി ആനേറ ഇറക്കിയ ആ മിനിസ്ക്രീൻ ഡയറക്ടറി എൻ്റെ മുന്നിലേക്ക് വന്നു. അതിൽ നിന്നാണ് ഇതിനൊരു സ്റ്റോറി ചെയ്യാനുള്ള വകയുണ്ടല്ലോ എന്നെനിക്ക് തോന്നിയത്. ഈ ചിത്രം ഞാൻ നേരത്തെ പറഞ്ഞ ആ ചിത്രം നിങ്ങൾ ഒന്നുകൂടി കണ്ടു നോക്കി. നസീർ സാറും ജോഷി സാറും ലാലു ലക്സും നിൽക്കുന്നു. ബാലങ്കെ നായരും സുകുമാരനും കൊച്ചിൻ അനീഫയും നിലത്തിരിക്കുന്നു. കണ്ടല്ലോ. മമ്മൂട്ടി മോഹൻലാൽ പ്രതാപികളാകും മുമ്പ് ജോഷി സാറ് ഇതിഹാസം, ആരംഭം, അംഗം, രക്തം, കർത്തവ്യം, ഹിമം തുടങ്ങിയ ഒരുപാട് മൾട്ടിസ്റ്റാർ സിനിമകൾ ചെയ്തിരുന്നു. നസീർ സാറും മധു സാറും MG സോമനും സുകുമാരനും അടക്കം നിരവധി താരങ്ങളെ ഒന്നിച്ചു കൂട്ടിയ സിനിമകളായിരുന്നു അക്കാലത്ത് ജോഷി സാർ എടുത്തിരുന്നത്. 1983 ആ രാത്രിയിലൂടെ മമ്മൂട്ടി ജോഷി സിനിമകളിൽ നായകനായ ശേഷമാണ് മൾട്ടിസ്റ്റാർ സിനിമയ്ക്ക് ജോഷി സാർ ഇടവേളയിട്ടത്. 1983 മമ്മൂട്ടി ജോഷി സാറിൻ്റെ പടത്തിൽ ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. ആ രാത്രി കലു ഡെന്നീസിൻ്റെ തിരക്കഥയായിരുന്നു. ആ സിനിമ കണ്ട ശേഷം കുറേ കാലം മലയാളി സെക്കൻഡ് ഷോയ്ക്ക് പോകില്ലായിരുന്നു, ഭാര്യയും മക്കളും ഒക്കെ ആയിട്ട്. അത്രയ്ക്ക് നമ്മളെ മനസ്സിലേക്ക് ചേക്കേറിയ സിനിമയായിരുന്നു ആ രാത്രി. വർഷങ്ങൾക്ക് ശേഷം ജോഷി സാറ് നമ്പർ 20 മദ്രാസ് മെയിലും 2020 പോലുള്ള മൾട്ടിസ്റ്റാർ ചിത്രങ്ങൾ വീണ്ടും ചെയ്തിട്ടുണ്ട്. ഈ ചിത്രത്തിലുള്ള ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ചിത്രത്തിലുള്ള കൊച്ചിൻ അനീഫയും ജോഷിയും മദ്രാസിൽ ഒന്നിച്ച് കഴിഞ്ഞവരായിരുന്നു. ഒരു ഫ്ലാറ്റിൽ ഒന്നിച്ച് ജീവിച്ചവരായിരുന്നു. ജോഷിക്കായി കഥ എഴുതാനും കഥാചർച്ചകൾക്കും ഒക്കെ കൊച്ചിൻ അനീഫ ഒരു ഘടകമായിരുന്നു. ജോഷി സിനിമകളിൽ കൊച്ചിൻ അനീഫയ്ക്ക് സ്ഥിരമായി എന്തെങ്കിലും ഒരു വേഷം ഉണ്ടായിരുന്നു. നിലച്ചിരിക്കാതെ രോഗം ബാധിച്ച് അദ്ദേഹം അങ്ങ് പോയി. ഒരു കാലത്ത് പ്രേം നസീർ എന്ന സൂപ്പർ താരം ജോഷി സിനിമയിൽ സ്ഥിരം കഥാപാത്രമായിരുന്നു. അതുപോലെ തന്നെ ധീര, ശരം മുതലായ ജോഷി സിനിമകളിൽ സുകുമാരൻ നായകനായിരുന്നു. പിന്നെ സ്വഭാവ നടനായും സുകുമാരനുണ്ടായിരുന്നു. ഒരൊറ്റ സിനിമയിലാണ് സുകുമാരൻ തല മൊട്ടയായിട്ട് അഭിനയിച്ചിട്ടുള്ളത്. അത് ജോഷി സാറിൻ്റെ ന്യായവിധി എന്ന് പറഞ്ഞ സിനിമയിലെ സായിപ്പ് ഊട്ടി എന്ന് പറഞ്ഞ വില്ലന് വേണ്ടിയായിരുന്നു. നല്ല രസമായിരുന്നു. പൊളവളാന്ന് മൊട്ടയടിച്ചിട്ട് നായരൂട്ടി, സായിപ്പ് ഊട്ടി. ബാലങ്കെ നായർ ആദ്യകാല ജോഷി സിനിമകളിൽ സ്ഥിരം വില്ലനായിരുന്നു. ഈ ഫോട്ടോ കാണുകയാണെങ്കിൽ ജോഷി സാറിൻ്റെയും ലാലു അലക്സിൻ്റെയും മാനസികാവസ്ഥ എന്തായിരിക്കാമെന്ന് ഞാൻ ചിന്തിക്കാറുണ്ട് ഈ ഫോട്ടോ കാണുമ്പോഴൊക്കെ. വർഷങ്ങൾക്ക് മുമ്പ് ഫേസ്ബുക്കിൽ വന്ന ഈ ചിത്രം കറങ്ങിത്തിരിഞ്ഞ് ഇന്ന് വീണ്ടും എൻ്റെ മുന്നിലെത്തി ഇതേപ്പറ്റി ഈ ഫോട്ടോയെ പറ്റി എന്നുള്ള മട്ടിൽ വീണ്ടും എൻ്റെ മുന്നിലെത്തി. അടുത്തിടെ നമ്മുടെ പ്രിയപ്പെട്ട മധു സാർ എന്നോട് പറഞ്ഞു, രാത്രി തിരക്കുകളെല്ലാം കഴിഞ്ഞ് പത്രങ്ങളെല്ലാം വായിച്ചിട്ട് രാത്രിയാണ് മധു സാർ പത്രം വായിക്കുന്നത്. കാരണം പകൽ മുഴുവൻ എപ്പോഴും സന്ദർശകരായിരിക്കുമല്ലോ.
രാത്രി പത്രങ്ങളെല്ലാം വായിച്ച് ഭക്ഷണവും കഴിഞ്ഞ് ടി വിക്ക് മുന്നിൽ പഴയ സിനിമകളിട്ട് കണ്ടിരിക്കും. വെളുപ്പാങ്കാലത്ത് 3 മണിവരെ ഇതാണ് എൻ്റെ പണി. ആൾക്കൂട്ടമില്ല, ഫോണിലെ കലപില ശബ്ദമില്ല, സ്വസ്ഥമായിരുന്ന് സിനിമകൾ കാണാം. ഇപ്പോൾ മധുസാറിനും ഒരു മടുപ്പ് പോലെ പഴയകാല സിനിമകൾ കാണാൻ. എന്തോ അദ്ദേഹത്തിന് മനസ്സുകൊണ്ട് ഇപ്പോൾ പഴയകാല സിനിമകൾ കാണാൻ തോന്നുന്നില്ല. അതിന് അദ്ദേഹം പറഞ്ഞ കാരണം വേറൊന്നുമല്ല, തന്നോടൊപ്പം സഹകരിച്ച ആണും പെണ്ണുമായ സഹപ്രവർത്തകരെല്ലാം കാലയവനികയിൽ മറഞ്ഞുപോയി. അവരെയൊക്കെ സ്ക്രീനിൽ വീണ്ടും 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 കാണുമ്പോൾ ഒരു പ്രയാസം. അതുകൊണ്ട് മാത്രം വെളുക്കും വരെ സിനിമ കാണൽ മധുസാർ കുറച്ചു. ഒരു കണക്കിന് സാർ പറഞ്ഞത് ശരിയാണ്. ലഹരികളെല്ലാം ഒന്നൊന്നായി സാർ നിർത്തി. ബീഡിയും മുറുക്കാനും പോലും ഒഴിവാക്കി. പച്ചക്കിരുന്ന് പഴയകാല സിനിമകൾ കണ്ടാൽ ഓർമ്മകളിൽ മറന്നുപോയ പലതും അല്ലെങ്കിൽ പലരും മനസ്സിൻ്റെ സ്ക്രീനിൽ തെളിയും. തീർച്ചയായും അതൊരു വേദനയായിരിക്കും സാറിന് നൽകുന്നത്. അതുകൊണ്ടായിരിക്കും സാർ ആ സിനിമകൾ കാണുന്നത് നിർത്തിയത്. മലയാള മിനി സ്ക്രീൻ ഡയറക്ടറി ഇറക്കിയ ഷാജിയം ഒരുപാട് വേദനകൾ, അവഹേളനങ്ങൾ മനസ്സിലൊതുക്കിയ ഒരു പാവം സാധു മനുഷ്യനായിരുന്നു ഷാജി ആനേറ. തിരുവനന്തപുരം സിറ്റിയിൽ ആനേറയിൽ കുടുംബ വീട്ടിൽ ബന്ധുക്കളൊക്കെ ഉണ്ടായിരുന്നിട്ടും ആനേറ ഷാജി ചെറിയ വാടക മുറികളിലാണ്, ലോഡ്ജുകളിലായിരുന്നു ജീവിതം നയിച്ചിരുന്നത്. വിവാഹം കഴിച്ചിട്ടില്ല എന്നായിരുന്നു സിനിമാ സീരിയലുകാർക്ക് അറിയാമായിരുന്നത്. ഒരിക്കൽ അദ്ദേഹം താമസിക്കുന്ന പേരൂർക്കടയിൽ, അവസാനമായി അദ്ദേഹം മരിച്ച ആ പേരൂർക്കടയിലെ ലോഡ്ജിലിരുന്ന് വർത്തമാനം പറഞ്ഞിരിക്കുമ്പോൾ എന്നോട് പറഞ്ഞു, ദിനേശേ, സുഗത സഖാവ് CP സത്രത്തിൽ ജീവിതാവസാനം അനുഭവിച്ച ഏകാന്തതയും സുഗതൻ സഖാവിൻ്റെ കഥ തോപ്പിൽ ഭാസിയോ മറ്റോ പറഞ്ഞു കേട്ട് എന്താ പറയുക, വിവാഹ ചിന്തയില്ലാതെ നടന്ന, വിവാഹപ്രായം കഴിഞ്ഞ സഖാവ് VS വിവാഹം കഴിക്കാൻ തീരുമാനിച്ചതും കുടുംബനാഥനായതുമൊക്കെ എന്നോട് ആനേറ ആ ലോഡ്ജിലിരുന്ന് പറഞ്ഞു. ഞാൻ വിവാഹം കഴിച്ചില്ല എന്ന് ദിനേശിനോട് ആരാ പറഞ്ഞത്? അതൊക്കെ ഒരു കഥയാണ് ദിനേശേ, നമുക്ക് ആ വിഷയം വിടാം, നമുക്ക് 4 ഗോസിപ്പ് പറഞ്ഞ് ചിരിക്കാം എന്ന് പറഞ്ഞ് എന്താ പറയുക, ആനേറ ഷാജി വിഷയം മാറ്റിക്കളഞ്ഞു. നിങ്ങൾ പറ, നിങ്ങൾ കല്യാണം കഴിച്ചോ, പറ, എന്ത് പറ്റിയെന്ന് ഞാൻ ചോദിക്കാനും പോയില്ല. ഞങ്ങൾ തമാശകൾ കുറേ നേരം ഇരുന്ന് പല തമാശകളും പറഞ്ഞു പിരിഞ്ഞു. VIP മോഹൻകുമാർ എന്ന് പറഞ്ഞ ഒരു നിർമ്മാതാവ് മലയാളത്തിൽ വന്നിരുന്നു. VIP ബ്രീഫ് കേസുകളുടെയും സൂട്ട് കേസുകളുടെയും ഒക്കെ വിതരണക്കാരനായിരുന്നു VIP മോഹൻകുമാർ. ആ ബിസിനസ്സുകാരൻ്റെ സിനിമാ നിർമ്മാണ രംഗത്തേക്ക് അദ്ദേഹം വന്നപ്പോൾ അതിൻ്റെ പിന്നിലെ ശക്തി കേന്ദ്രമോ ബുദ്ധി കേന്ദ്രമോ ആനേറ ഷാജിയായിരുന്നു. പിന്നെ കേട്ടത് പുതുമുഖ നായികയായി രംഗത്ത് വന്ന ചിപ്പിയുടെ ഡേറ്റുകളടക്കം ആനേറ ഷാജിയായിരുന്നു നോക്കിയിരുന്നത്. പ്രതിഫലക്കാര്യം പോലും ഷാജിയായിരുന്നു അക്കാലത്ത് സംസാരിച്ചിരുന്നത്. ചിപ്പിയുടെ അച്ഛൻ്റെ പേരും ഒരു ഷാജി എന്നാണ്. അദ്ദേഹം ഗൾഫിലാണ്. അമ്മയും ചിപ്പിയും മുത്തും എന്ന് പറഞ്ഞാൽ ചിപ്പിയുടെ അനിയത്തിയുടെ പേരാണ് മുത്ത് മാത്രം വീട്ടിലുണ്ട്. ആനേറയുടെ ബാക്കിങ് തുടക്കകാലത്ത് ചിപ്പിക്ക് ഒരുപാട് ഗുണം ചെയ്തതായിരുന്നു. വയറുവേദന പോലെയുള്ള എന്തൊക്കെയോ ചെറിയ ചെറിയ അസുഖങ്ങൾ ആനേറ ഷാജിയുടെ സന്തത സഹചാരിയായിരുന്നു. ഒരു നാൾ അറിയുന്നു ആനേറ ഷാജി മരിച്ചെന്ന്. എന്തൊക്കെയോ ദുരൂഹതകൾ ഷാജിയുടെ മരണകാലത്ത് പലരും പറഞ്ഞെനിക്കറിയാം. ഇന്നും കിംസ് ആശുപത്രിയിലേക്ക് ഞാൻ പോകുമ്പോൾ ആനേറ വഴിയാണ് പോകുന്നതെങ്കിൽ ഷാജിയുടെ കുടുംബ വീടിൻ്റെ മുന്നിലെത്തുമ്പോൾ ആനേറ ഷാജി എന്ന ജ്യേഷ്ഠ സഹോദരനെ മനസ്സുകൊണ്ട് ഞാൻ പ്രണമിക്കാറുണ്ട്. നല്ല മനസ്സും നർമ്മം കലർന്ന വർത്തമാനവും കൊണ്ട് എനിക്കിഷ്ടപ്പെട്ട മനുഷ്യനായിരുന്നു ഷാജി ആനേറ. റോസ് നിറത്തിലുള്ള ഹാഫ് ഷർട്ടും അതേ നിറത്തിലെ കരയുള്ള മുണ്ടിൻ്റെ കോന്തലയിൽ ഇടം കൈ കൊണ്ട് പിടിച്ച് വലം കൈയിൽ ഒരു പ്ലാസ്റ്റിക് കവറിൽ ഡയറക്ടറിയിൽ പരസ്യവും ഫോട്ടോയും ഒക്കെ കൊടുക്കാനുള്ള ഫോമുകളും പ്രിൻ്റ് ചെയ്ത മിനി സ്ക്രീൻ ഡയറക്ടറികളുമായി എൻ്റെ സീരിയൽ സെറ്റുകളിൽ വരുന്ന ഷാജി ആനേറയെ എനിക്കൊരിക്കലും മറക്കാൻ കഴിയില്ല. 2000 ഇറങ്ങിയ ഈ മിനി സ്ക്രീൻ മറിച്ച് നോക്കുമ്പോൾ ഒരുപാട് ഓർമ്മകൾ എൻ്റെ മനസ്സിലേക്ക് ഓടിക്കയറിയതുപോലെ. അന്ന് യൂട്യൂബും ഫേസ്ബുക്കും വാട്സാപ്പും ഒന്നും ഇല്ലല്ലോ. ഒരാളെ അറിയാൻ, അവരെ വിളിക്കാനുള്ള നമ്പർ അറിയാൻ ആനേറയുടെ ഈ ഡയറക്ടറി ഏറെ ഗുണം ചെയ്തു. ഏറെക്കാലം ഏത് സെറ്റിൽ കയറി ചെന്നാലും എക്സിക്യൂട്ടീവിൻ്റെയും മാനേജറുടെയും കയ്യിലൊക്കെ ഈ പുസ്തകം കാണാമായിരുന്നു. അക്കാലത്ത് TV രംഗത്ത് കോണ്ടാക്റ്റ് എന്നും ടെലിയാപ്റ്റ് എന്നും
പേരുള്ള 2 സംഘടനകളുണ്ടായിരുന്നു. ഇതിൽ ശക്തം തീർച്ചയായിട്ടും കോണ്ടാക്റ്റിനായിരുന്നു. ദേശീയ അവാർഡ് ജേതാവായ പുസ്തകങ്ങളുടെ നിരൂപകനായ, പ്രശസ്ത നിരൂപകനായ, ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള ആദ്യത്തെ ദേശീയ അവാർഡ് പുസ്തകത്തിന് വാങ്ങിയ വിജയകൃഷ്ണനായിരുന്നു കോണ്ടാക്റ്റിൻ്റെ പ്രസിഡന്റ്. പൂജപ്പുര രാധാകൃഷ്ണൻ, നമ്മുടെ ഇപ്പോൾ ഗണേശനോടൊപ്പം ഉള്ള കേരള കോൺഗ്രസിലുള്ള പൂജപ്പുര രാധാകൃഷ്ണനായിരുന്നു ജനറൽ സെക്രട്ടറി. പത്മരാജൻ്റെ ശിഷ്യനും KSRTC കണ്ടക്ടറും നടനുമൊക്കെയായ പൂജപ്പുര രാധാകൃഷ്ണൻ്റെ പൊതുരംഗത്തെ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടത് കോണ്ടാക്റ്റിലൂടെയാണ് എന്നാണ് എൻ്റെ വിശ്വാസം. ഗണേശൻ ആത്മ എന്ന് പറഞ്ഞ സീരിയൽ നടീനടന്മാരുടെ സംഘടന ഉണ്ടാക്കിയപ്പോൾ പൂജപ്പുര അങ്ങോട്ട് ചാടി. വിജയകൃഷ്ണനും കുറച്ച് പേരും പേരിന് ഇപ്പോഴും കോണ്ടാക്റ്റും കൊണ്ട് നടപ്പുണ്ട്. ഫിലിം ഫെസ്റ്റിവലിലൊക്കെ ഒന്ന് കുത്തിയിരിക്കും ഒരു ഇതിൽ ഒരു പവലിയനിൽ. പൂജപ്പുര വിജയൻ എന്ന CPI കാരനാണ് ടെലിയാക്റ്റിൻ്റെ നായകൻ. വിജയൻ ഇപ്പോഴും അത് ചുമക്കുന്നുണ്ട് എന്ന് തോന്നുന്നു. എന്തുകൊണ്ടോ ഈ 2 സംഘടനകളിലും അംഗത്വമെടുക്കാൻ എന്നോട് സ്നേഹപൂർവ്വം നിർബന്ധിച്ചിട്ടും ഞാൻ എടുത്തില്ല. പകരം ഇരു കൂട്ടരോടും ഞാൻ പറയുമായിരുന്ന ഒരു കാര്യമുണ്ട്. കോണ്ടാക്റ്റിലും ടെലിയാക്റ്റിലും അംഗത്വം എടുക്കാത്തവരെ ഒന്നിപ്പിച്ച് ഞാനും ഗോപിനാഥും കൂടി ചേർന്ന് ഒരു സംഘടന തുടങ്ങാൻ പോവുകയാണ്. അതിന് നിങ്ങളുടെ 2 സംഘടനകളുടെയും പേരുകളുടെ പകുതി വീതം എടുത്ത് കൊണാക്റ്റ് എന്ന് പേരിടുമെന്ന് ഞാൻ പറയുമായിരുന്നു. കേൾക്കുന്നവരെല്ലാം തലകുത്തിച്ചിരിക്കുമായിരുന്നു. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് വിജയൻ്റെ മുഖം കറുത്തു വരുന്നത്. ഞാൻ വളരെ കൂളായിട്ട് പറഞ്ഞു, ടെലിയാക്റ്റും കോണ്ടാക്റ്റും കൂടെ ചേർത്ത്, അല്ലെങ്കിൽ കോണ്ടാക്റ്റും ടെലിയാക്റ്റും കൂടെ ചേർത്ത് കൊണാക്റ്റ് എന്ന് പറഞ്ഞ് ഞങ്ങളൊരു സംഘടന ഉണ്ടാക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഞാനും എടുത്തിട്ടില്ല, ഗോപിയും എടുത്തിട്ടില്ല അംഗത്വം. ഈ പുസ്തകത്തിൽ, ഈ ഡയറക്ടറിയിൽ സുഷ കമ്മ്യൂണിക്കേഷൻസ് തുടക്കം കുറിക്കുന്ന ടാലൻറ്റ് ബാങ്കിൻ്റെ ഒരു പരസ്യമുണ്ട്. 100 രൂപ കൊടുത്ത് അപേക്ഷാ ഫോറത്തിന് മണി ഓർഡർ ചെയ്യാനുള്ള പരസ്യമാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ടാലൻറ്റ് ബാങ്കിൻ്റെ ഒരു പേജ് പരസ്യമുണ്ട്. അതിലൊരു പെൺകുട്ടിയുടെ ഡീറ്റെയിൽ ഉണ്ട്. ദൃശ്യ ഷാജി എന്നാണ് ആ കുട്ടിയുടെ പേര്. അവളുടെ നിക്നെയിം എന്താണെന്ന് ചോദിച്ചാൽ മുത്ത് എന്നാണെന്നും ജനിച്ചത് 1980 സെപ്റ്റംബർ 10 മറ്റു വിവരങ്ങളും ഒക്കെ ഉണ്ട്. ഇത് മറ്റാരുമല്ല, ഞാൻ നേരത്തെ പറഞ്ഞു, ചിപ്പിയുടെ അനുജത്തി മുത്തിനെയാണ് കൊടുത്തിരിക്കുന്നത്. മുത്ത് ആണ് മോഡലായിട്ട് അതിൽ ഫോട്ടോയിൽ ഇങ്ങനെ കിടക്കുന്ന ഫോട്ടോ. ഇത് തയ്യാറാക്കിയിരിക്കുമ്പോൾ ഈ പറഞ്ഞ പേജ് ഒരാവർത്തി വായിച്ചു. ഈ മാറ്റർ തയ്യാറാക്കാനായിട്ടിരിക്കുമ്പോൾ മുത്തിന് ജനിച്ച വർഷം വെച്ച് നോക്കുമ്പോൾ 1980 സെപ്റ്റംബർ എന്ന് പറയുമ്പോൾ ഇപ്പം 45 വയസ്സായി എന്ന് ചിന്തിച്ചപ്പോൾ കാലം എത്ര വേഗം കടന്നു പോകുന്നുവെന്ന് ഞാൻ ആലോചിച്ചു. എനിക്ക് കൊച്ചുകുട്ടിയായിട്ട് മുത്തിനെ അറിയാവൂ. ഒരു കൊച്ചുകുട്ടി, 10-17 വയസ്സുള്ളൊരു കുട്ടി. അവൾക്കിപ്പോൾ 45 ആയെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിക്കണേ എനിക്ക് എത്ര ആയത്. മുത്ത് വിവാഹിതയായി കുടുംബമായി വിദേശത്തെവിടെയോ ആണ് ജീവിക്കുന്നത്. ഇപ്പോൾ ഏതോ വിമാന കമ്പനിയിലാണ് മുത്തിന് ജോലി എന്ന് എനിക്കറിയാം. സുന്ദരിയായിരുന്നു മുത്ത്. ഈ പുസ്തകം ഇറങ്ങുന്ന കാലത്ത് തന്നെ മുത്ത് നല്ല സുന്ദരിയായിരുന്നു. ഒരു വിദേശ വനിത എന്ന് പറയാം, അതുപോലത്തെ ഒരു സ്കിൻ ടോണൊക്കെ ആയിരുന്നു. ആദ്യ ചാപ്റ്റർ സംവിധായകന്മാരുടെയും ഈ തിരക്കഥാകൃത്തിൻ്റെയും ക്യാമറാമാന്മാരുടെയൊക്കെ വിലാസവും ഫോൺ നമ്പറുകളും ഒക്കെയാണ്. വെറുതെ ഞാനൊന്ന് കണ്ണോടിച്ച് നോക്കിയപ്പോൾ 2000 ഇറങ്ങിയ പുസ്തകമാണല്ലോ. ഈ കഴിഞ്ഞ 25 വർഷത്തിനിടയിൽ എത്രമാത്രം പ്രഗത്ഭമതികളായ നമ്മുടെ ആളുകൾ, കലാകാരന്മാർ നമ്മുടെ മുന്നിലൂടെ കടന്നുപോയി എന്നത് എനിക്ക് സത്യം പറയാണ് ചെറുതല്ലാത്ത നൊമ്പരം തന്നു. ഇവരിലേറിയ പങ്കും എനിക്ക് നല്ല അടുപ്പവും സ്നേഹവും തന്നവരായിരുന്നു എന്നത് എന്നെ നന്നായി നോവിക്കുന്നു. AT അബു, അജയൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, പെരുന്തച്ചൻ, ബാബു പിഷാരടി, അനിൽ ബാബുവിലെ ബാബു, അശോകൻ താഹിയിലെ അശോകൻ, PMA അസീസ്, P ബാലചന്ദ്രൻ, ഭരത് ഗോപി, P ഭാസ്കരൻ, ചോലൂർ കൃഷ്ണൻകുട്ടി, കൊച്ചിൻ ഹനീഫ, T ദാമോദരൻ, ഡെന്നിസ് ജോസഫ്, GA ലാൽ, VR ഗോപാലകൃഷ്ണൻ, ഹരിദാസ്, ഹരികുമാർ, JC, ജോൺ പോൾ, ജോൺ ശങ്കരമംഗലം, കള്ളിക്കാട് രാമേന്ദ്രൻ, KG ജോർജ്, KK ചന്ദ്രൻ, ലെനിൻ രാജേന്ദ്രൻ, AK ലോഹിതദാസ്, മണി ഷൊർണൂർ, മോഹൻ, KR മോഹൻ, AR മുകേഷ്, TS മോഹൻ, നിസാർ, CP പത്മകുമാർ, GS പണിക്കർ, പവിത്രൻ, PG വിശ്വംഭരൻ, പ്രതാപോത്തൻ, രാജൻ ശങ്കരാടി, TA റസാക്ക്, സലിം ചേർത്തല, സംഗീത് ശിവൻ, N ശങ്കരൻ നായർ, IV ശശി, ശശി മോഹൻ, ശശി ശങ്കർ, സതീഷ് ബാബു പയ്യന്നൂർ, ശശിധരൻ ആറാട്ടുവഴി, NC സേനൻ, ഷാജി N കരുൺ, ഷാജി പാണ്ഡവത്ത്, ഷെരീഫ്, സിദ്ദിഖ്,
എസ് എൽ പുരം സദാനന്ദൻ, തമ്പി കണ്ണന്താനം, തേവലക്കര ചെല്ലപ്പൻ, വേണു നാഗവള്ളി, വിനോദ്, ആറന്മുള ഹരിഹരപുത്രൻ, മോഹൻദാസ് തുടങ്ങിയവരുടെ വിലാസം വായിച്ചപ്പോൾ നമ്മുടെ മുന്നിലൂടെ കടന്നുപോയ പ്രഗത്ഭരായ കലാകാരന്മാരെ അറിയാതെ ഞാൻ നമിച്ചുപോയി. എല്ലാം ഏറെക്കുറെ എല്ലാവരും എനിക്ക് പരിചിതരായിരുന്നു. കഴിഞ്ഞ 25 വർഷത്തിനിടയിൽ ഈ ലോകം വിട്ടു പോയവരാണ് ഇവരൊക്കെ. ഈ ഡയറക്ടറി വായിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നിയതാണ്, നമ്മളെയൊക്കെ ഔദാര്യം കൊണ്ടായിരിക്കാം ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്. അതുപോലെ നടീനടന്മാരുടെ ലിസ്റ്റ് നോക്കിയപ്പോൾ നമ്മുടെ മിമിക്രി രംഗത്തെ രാജാവായിരുന്ന അബി, അലക്സ് കടവിൽ, ഐല ഉണ്ണികൃഷ്ണൻ, അസീസ്, ബഹദൂർ, ബാലങ്കൻ നായർ, ബോബി കൊട്ടാരക്കര, ക്യാപ്റ്റൻ രാജു, ചങ്ങനാശ്ശേരി നടരാജൻ, ഇന്നസെന്റ്, ബി ഹരികുമാർ, ജഗന്നാഥൻ, ജെയിംസ്, കാൽഡി ജയൻ, കൊച്ചുപ്രേമൻ, കാര്യവട്ടം ശശികുമാർ, ജോസ് പല്ലിശ്ശേരി, ജോസ് പ്രകാശ്, കൈലാസ്നാഥ്, കടുവാക്കുളം ആന്റണി, കലാഭവൻ മണി, കലാഭവൻ സാജൻ, കരമന ജനാർദ്ദനൻ നായർ, കുഞ്ഞാണ്ടി, കുതിരവട്ടം പപ്പു, മച്ചാൻ വർഗീസ്, പി എ ലത്തീഫ്, മാള, മാമുക്കോയ, മണക്കാട് രവി, മിഗ്ദാദ്, മോഹൻരാജ്, എം എസ് തൃപ്പൂണിത്തുറ, വൈക്കം മോഹൻ, മുരളി, നരേന്ദ്രപ്രസാദ്, നെടുപടി വേണു, എൻ എൽ ബാലകൃഷ്ണൻ, നിർമ്മൽ, എൻ എഫ് വർഗീസ്, നവാസ്, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, പറവൂർ ഭരതൻ, പി സി സോമൻ, പി സി ജോർജ്, ഡി ഫിലിപ്പ്, പൂജപ്പുര രവി, കെ പി എസ് സി പ്രേമചന്ദ്രൻ, രാജം പി ദേവ്, ബി പി രാമചന്ദ്രൻ, രവി വള്ളത്തോൾ, രമേഷ് വലിയശാല, പിന്നെ ഋഷഭാവ, സാജൻ എന്ന് പറഞ്ഞൊരു കൊച്ചു പയ്യനുണ്ടായിരുന്നു, വളർച്ചയില്ലാത്തൊരു പയ്യൻ, സാജൻ, ശങ്കരാടി, സത്താറ്, ശിവജി, ശ്രീനാഥ്, ശ്രീധരൻ നമ്പൂതിരി, വഴുതക്കാട് ബാബു, കലാമണ്ഡലം ഗീതാനന്ദൻ, തിലകൻ, ഇങ്ങനെ നമ്മുടെ മുന്നിലൂടെ പോയ പ്രഗത്ഭരായ എത്രയോ നടന്മാർ. അടൂർ ഭവാനി, അടൂർ പങ്കജം, ആനന്ദവല്ലി, ആറന്മുള പൊന്നമ്മ, ഫിലോമിന, കനകലത, കൽപ്പന, കവിയൂർ പൊന്നമ്മ, കവിയൂർ രേണുക, ഖദീജ, കോട്ടയ ശാന്ത, കെ പി എസ് ലളിത, നയന, മീന ഗണേഷ്, ശ്രീവിദ്യ, സുകുമാരി, ടി പി രാധാമണി, തൊടുപുഴ വാസന്തി, ഉഷ റാണി തുടങ്ങിയ കുറേ നടിമാരും. ഞാൻ നോക്കിയപ്പോൾ പുരുഷന്മാരെക്കാളും കുറവാണ് മരിച്ച സ്ത്രീ നടിമാർ എന്ന് പറയാം. സ്ത്രീ എന്നല്ല, നടിമാരെന്ന് പറയാം. കയ്യിൽ കിട്ടിയത് 2000-ലെ ഡയറക്ടറി ആയതിനാലാണ് ഇവരെയൊക്കെ എന്താ പറയുക, ഇവരെയൊക്കെ മാത്രം നമുക്ക് കാണേണ്ടി വന്നത്. അതിന് മുൻ വർഷങ്ങളിൽ ഈ സുഷ കമ്മ്യൂണിക്കേഷൻസിൻ്റെ മിനിസ്ക്രീൻ ഡയറക്ടറി ഇറങ്ങിയിട്ടുണ്ട്. അതും എൻ്റെ പക്കലുണ്ട്, നോക്കിയാൽ കണ്ടുപിടിക്കാവുന്നതാണ്. അപ്പോൾ പിന്നെയും വിട പറഞ്ഞവരുടെ മുഖങ്ങൾ കൂടാം. ആലോചിക്കുമ്പോൾ ഒരു വല്ലായ്മ പോലെ. പോയവരിലേറിയ പങ്കും എൻ്റെ പരിചിതർ. സംവിധായകരിൽ തന്നെ ആചാര്യം ചെയ്ത അശോകനും, അനിൽ ബാബുവിലെ ബാബുവും, വി ആർ ഗോപാലകൃഷ്ണനും, ഡെന്നിസ് ജോസഫും, ഹരിദാസും, രാജശങ്കരാടിയും, സിദ്ദിഖും ഒക്കെ മലയാളികളുടെ ശരാശരി വയസ്സിലെത്താൻ എത്രയോ വർഷം ബാക്കിയുള്ളപ്പോഴാണ് ഈ ലോകം വിട്ടുപോയത്. അബിയും കലാഭവൻ ശ്രീനാഥും, ശിവജിയും, കൽപ്പനയും ഒക്കെ എത്രയോ കാലം നമ്മളോടൊപ്പം ഉണ്ടാകേണ്ടവരായിരുന്നു, പക്ഷെ പോയി. ഈ വിഷയം ചെയ്യാനെടുക്കും മുമ്പ് ഞാൻ പലവട്ടം ആലോചിച്ചു, ഇത് ചെയ്യണോ എന്നിങ്ങനെ ആലോചിച്ചു. നമ്മുടെ ഓർമ്മകളിൽ നിന്നും മാഞ്ഞുപോയ, നമ്മളോടൊപ്പം ജീവിച്ചിരിക്കുന്നവരെ ഒന്ന് പരിചയപ്പെടുത്തണം, ജീവിച്ചിരുന്നവരെ ഒന്ന് പരിചയപ്പെടുത്തണം, ഓർമ്മിപ്പിക്കണമെന്ന് തോന്നിയതുകൊണ്ട് മാത്രമാണ് ഈ എപ്പിസോഡ് ഞാൻ ചെയ്തത്. തിലകൻ ചേട്ടൻ അസുഖബാധിതനാകുമ്പോഴും, ബൈപ്പാസിന് പോകുമ്പോഴും, ബൈപ്പാസ് കഴിഞ്ഞ് പൂർണ്ണ ആരോഗ്യവാനായി വരുമ്പോഴും, കിംസിൽ 32 ദിവസം മരണത്തോട് മല്ലടിക്കുമ്പോഴും കാണാനായ ചുരുക്കം പേരിൽ ഒരാളായിരുന്നു ഞാൻ. ചലനമറ്റ തിലകൻ ചേട്ടനെ ഞാൻ കണ്ടില്ല. അത് വേണ്ട എന്നെനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ BAT ഹാളിൻ്റെ വെളിയിൽ നിന്നേ ഉള്ളൂ. ഞാനകത്ത് കയറി ബാഡ്ജും കുത്തി ക്യാമറയുടെ മുന്നിൽ കൃത്രിമ ദുഃഖം കാണിക്കാനൊന്നും ഞാൻ പോയില്ല. ഞാൻ BAT ഹാളിൻ്റെ ഫ്രണ്ടിൽ നിന്നേ ഉള്ളൂ. എനിക്കെന്തോ ചലനമറ്റ് കിടക്കുന്ന തിലകൻ ചേട്ടനെ കാണണ്ട എന്ന് തോന്നി. ജീവിതത്തിൽ കുറേ ദുരൂഹതകൾ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ച എൻ്റെ ചേട്ടനായിരുന്നു നടൻ ശിവജി. ഞാൻ ആദ്യമായി സംവിധാനം ചെയ്ത വലയത്തിലെ നായകൻ. ദാമ്പത്യ ജീവിതത്തിൽ ശിവജി ചേട്ടൻ്റെ സ്വഭാവത്തിൽ ശിഥിലതകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. 365 ദിവസവും ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുമ്പോഴും എന്നും സാമ്പത്തിക പ്രശ്നത്തിൽ ഉഴലുന്ന ഒരു നടനായിരുന്നു ശിവജി. ഭാര്യയ്ക്കാണെങ്കിൽ ബാങ്കിൽ ജോലിയുണ്ട്. സാമ്പത്തിക പരാധീനതകൾ ഇല്ലായിരുന്നു എന്ന് വേണം പറയേണ്ട. പക്ഷേ ശിവജി എന്നും സാമ്പത്തികമായ പരാധീനതകളിലായിരുന്നു. ഒരു നാൾ ഞാൻ വിളിക്കുമ്പോൾ തൈക്കാട് മുത്തൂറ്റിൻ്റെ മുന്നിൽ നിൽക്കണമെന്ന് പറഞ്ഞു. വിവാഹമോതിരം
പണയം വയ്ക്കാനായിട്ട്. ഒപ്പം എന്നോട് പറഞ്ഞു, വിരലിൽ മോതിരമില്ലാതെ വീട്ടിൽ കയറി ചെന്നാൽ ഇന്ന് പൂരമായിരിക്കും ദിനേശേ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഞാനിപ്പോൾ വരാം, പണയം വയ്ക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ കാശ് മാറ്റി ചെന്നു. എന്നും സീരിയൽ ക്യാമറയ്ക്ക് മുന്നിൽ നിന്നിട്ടും എന്തേ ഇത്ര ദാരിദ്ര്യമെന്ന് ഞാൻ ശിവചേട്ടനോട് അല്പം കാർക്കശ്യത്തോടെ ചോദിച്ചു. ഒരു നാൾ ഞാൻ പറയാം എന്ന് മാത്രം പറഞ്ഞിട്ട് ശിവചേട്ടൻ കാർ കയറിപ്പോയി. ഞാൻ പറയാം ദിനേശേ, എനിക്ക് പ്രശ്നങ്ങളുണ്ട്, അത് ഞാൻ പറയാം എന്ന് പറഞ്ഞു. മരിക്കുന്നതിൻ്റെ തലേന്ന് രാത്രി വൈകി ശിവചേട്ടൻ എന്നെ വിളിച്ചിരുന്നു. എന്തൊക്കെയോ പറഞ്ഞു. ഒറ്റയ്ക്ക് ഒരു ഫ്ലാറ്റിലാണ് താൽക്കാലിക താമസം. നാളെ കാണാമെന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കാൻ പോയപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാചകം ഇപ്പോഴും എൻ്റെ ചെവിയിൽ മുഴങ്ങുന്നു. നാളെ നമ്മൾ കാണണ്ട. അതെന്താണ് അദ്ദേഹം അങ്ങനെ നാളെ കാണാമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ നാളെ നമ്മൾ കാണണ്ട എന്ന് പറഞ്ഞു. അത് തന്നെ സംഭവിച്ചു. BP താണു പോയി കോസ്മോ ആശുപത്രിയിലാണെന്ന് വിവരമറിഞ്ഞ് ഞാൻ പരക്കം പാഞ്ഞ് ചെല്ലുമ്പോഴേക്കും ആളങ്ങ് പോയി. ഞാൻ ചെല്ലുമ്പോൾ ലിഫ്റ്റിൽ ബോഡി ഇറക്കുകയാണ്. വീരോചിതമായ ഒരു യാത്രയപ്പിനായി 28 സീറ്റുള്ള ഒരു ബസ് പട്ടാമ്പിക്ക് പോകാനായിട്ട്, ശിവചേട്ടൻ പട്ടാമ്പിക്കാരനാണ്, ബുക്ക് ചെയ്തതും ഞാനായിരുന്നു. കലാഭവൻ്റെ മുന്നിൽ നിന്നും യാത്ര തിരിക്കുമ്പോൾ 28 സീറ്റിലിരിക്കാൻ ആകെപ്പാടെ 3 പേരെ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് സംവിധായകൻ R ഗോപിനാഥും ക്യാമറമാൻ ബിപിൻ മോഹനും പിന്നെ ഞാനും. ബാക്കി എല്ലാവരും അദ്ദേഹത്തിനെ കൊണ്ടു നടന്ന, അദ്ദേഹത്തിനോട് വെള്ളം അടിക്കാൻ പോയിരുന്ന, അദ്ദേഹത്തെ ഒരുപാട് സീരിയലുകളിലൊക്കെ ഉപയോഗിച്ച എല്ലാവരും ഊരിക്കളഞ്ഞു. ഈ 3 പേര് 28 സീറ്റിൽ, 28 സീറ്റല്ല, അതിനേക്കാൾ കൂടുതൽ ആൾ വരാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരും ചോദിച്ചിട്ടാണ് ബുക്ക് ചെയ്തത് ബസ്. ഞാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഈ 28 സീറ്റിൽ ഞങ്ങൾ 3 പേരേ ഉള്ളൂ. ബാക്കി എല്ലാവരും വലിഞ്ഞളഞ്ഞു. ആ യാത്ര എനിക്ക് ജീവിതത്തിൽ ഇതുവരെയും, അല്ലെങ്കിൽ ജീവിതാവസാനം വരെ എനിക്ക് മറക്കാൻ കഴിയുന്നതല്ല. അതുപോലെ ഐവർ മഠത്തിൽ ശിവചേട്ടനെ അടക്കിയിട്ട് ഈ 3 സംഘം ആ ട്രാവലിൽ തിരുവനന്തപുരത്തേക്ക് തിരിച്ചു മടങ്ങി. അങ്ങോട്ട് പോയപ്പോൾ ജയശ്രീയും മകൾ ഉണ്ണിമായിയൊക്കെ ഉണ്ടായിരുന്നു, ശിവചേട്ടൻ്റെ ഭാര്യയുടെ സഹോദരനും ഒക്കെ ആയിട്ട്. അവർ വേറൊരു ഇന്നോവ കാറിലായിരുന്നു മുന്നിൽ. ഞങ്ങൾ മാത്രം 3 പേരാണ് ഈ ബസ്സിൽ അങ്ങറ്റം പോയതും തിരിച്ചു വന്നത്. വർഷങ്ങൾക്ക് ശേഷം കാനറ ബാങ്കിൽ വെച്ച് സ്റ്റാച്യൂലല്ല പാളയത്ത് സൗത്ത് പാർക്കിൻ്റെ തൊട്ടടുത്തുള്ള കാനറ ബാങ്കിൽ വെച്ച് ശിവചേട്ടൻ്റെ ഭാര്യ ജയശ്രീയെ ഞാൻ കണ്ടു. അവരവിടെയാണ് ജോലി ചെയ്യുന്നത്. 2 പേരും ഫേസ് ടു ഫേസ് നോക്കി. പിന്നെ എന്താ പറയുക, 2 പേരും അപരിചിതത്വം കാണിച്ചു. അവരെന്നെ പരിചയമില്ലാത്തവരിൽ ഇരുന്നുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയി, ജയശ്രീ എന്നെ അറിയില്ലേ എന്ന് ചോദിക്കാൻ പോയില്ല. പിന്നെ അറിഞ്ഞു ജയശ്രീ മരിച്ചെന്ന്. ഏകമകൾ ഉണ്ണിമായയെ കാണണമെന്ന മോഹം സത്യത്തിൽ എനിക്കിപ്പോഴും ഉണ്ട്, മനസ്സിലുണ്ട്. പക്ഷേ കണ്ടിട്ടേ ഇല്ല. 21 വർഷം കഴിഞ്ഞു ശിവചേട്ടൻ മരിച്ചിട്ട്. അന്ന് മരിക്കുമ്പോൾ, ശിവചേട്ടൻ മരിക്കുന്ന സമയത്ത് ഒരു 12-13 വയസ്സുണ്ട് ഉണ്ണിമായിക്ക്. അപ്പോൾ ഇപ്പോൾ ഏതാണ്ട് 10-35 വയസ്സ് ഉണ്ണിമായിക്ക് വന്നിരിക്കാം. വിവാഹിതയായി കാണും, കുടുംബമായി നന്നായിട്ട് ജീവിക്കുകയാകും. ഞങ്ങൾ 2 പേരും തിരുവനന്തപുരത്തുകാരാണല്ലോ. ജയശ്രീ തിരുവനന്തപുരത്ത് നന്ദൻകോട്ടുള്ള ആളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ വീട്ടിലായിരിക്കും നമ്മുടെ ഉണ്ണിമായ താമസിക്കുന്നത്. എന്നിട്ടും കാണാൻ ഞാൻ ശ്രമിച്ചില്ല. എന്തോ എനിക്ക് പോയി കാണണ്ട എന്ന് തോന്നി. ശിവജിയോടെ അത് അവസാനിക്കട്ടെ. വലിയ പുരികങ്ങളുള്ള സുന്ദരി കുട്ടിയായിരുന്നു ശിവചേട്ടൻ്റെ പ്രിയപ്പെട്ട ഉണ്ണിമായ. എൻ്റെ ഗുരുനാഥന്മാരായ ജെ.സി. സാറും ഹരികുമാർ സാറും. ജെ.സി. സാറിന് വന്ന സ്ട്രോക്ക് എൻ്റെ ജീവിതത്തിലും സ്ട്രോക്കായി എന്ന് പറയാം. ഹതഭാഗ്യനായ ആളായതിനാലാകാം വിചാരിച്ച സ്വപ്നങ്ങൾ പൂർത്തിയാക്കാതെ സാറ് പോയത്. സാറിന് ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു, അതൊന്നും നടപ്പിലാക്കാൻ പറ്റില്ല. ഒരു സ്ട്രോക്കിൻ്റെ രൂപത്തിൽ മരണം വന്ന് കൊണ്ടുപോയി. പത്രക്കാരനും സിനിമാക്കാരനുമായി തുടങ്ങിയ ബന്ധം ആയതിനാലാകണം എന്നും പിണങ്ങാനും ഉടക്കാനും ഇറങ്ങിപ്പോകാനുമായിരുന്നു ഹരിസാറിനോടൊപ്പം ഉണ്ടായിരുന്ന 30 വർഷവും എൻ്റെ വിധി. ഒരു സംവിധായകനോട് ഒരു അസോസിയേറ്റ് ഡയറക്ടർ അല്ലെങ്കിൽ സംവിധാന സഹായിക പെരുമാറുന്ന പോലെയല്ല ഞാൻ പെരുമാറിയത്. ഒരു അമ്മാവൻ അനന്തരവൻ ബന്ധമായിരുന്നു ഞങ്ങൾ തമ്മിൽ. എന്നോടൊക്കെ ഞാൻ കയറി ആവശ്യമില്ലാതെ, അതുപോലെ എന്നോടും തിരിച്ച് ആവശ്യമില്ലാതെ എന്നെ ചൊറിയുമായിരുന്നു. അങ്ങനെ ഞാൻ പിണങ്ങിപ്പോവും, ഇറങ്ങിപ്പോവും, അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിടും ഒക്കെ ചെയ്യുമായിരുന്നു. പിന്നെ ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു, അയ്യോ ഞാൻ ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പലപ്പോഴും തോന്നിയിട്ടുമുണ്ട്. നന്നായി നുണ കേൾക്കുന്ന, മോശമല്ലാതെ ശിഷ്യന് പാര പണിഞ്ഞ, എനിക്ക് മാത്രം പ്രതിഫലം എന്നോടൊപ്പം നടക്കുന്നവർക്ക് കൊടുക്കേണ്ട പരമാവധി എന്ന് ശടിക്കുന്ന ആളായിരുന്നു ഹരികുമാർ സാർ. ജെ.സി. സാർ നേരെ തിരിച്ചുമായിരുന്നു. ആദ്യം എൻ്റെയൊക്കെ പ്രതിഫലം വാങ്ങിത്തരും, പിന്നെ സാറ് വാങ്ങും. ഹരിസാർ അങ്ങനെയല്ല,
അദ്ദേഹത്തിൻ്റെ പ്രതിഫലം വാങ്ങിച്ചാൽ അങ്ങനെ പോകും. ബാക്കി അവൻ്റെ അമ്മേരെ വിധി എന്ന് പറഞ്ഞാൽ അങ്ങനെ പൊക്കളയും. ഇനി ഞാനില്ല എന്ന് പറഞ്ഞ് പ്രതിഫലം പോലും വാങ്ങാതെ സുഹൃതം ഷൂട്ടിംഗ് തീർന്ന ദിവസം ഇറങ്ങിപ്പോയാനാണ് ഞാൻ മുമ്പ് അത് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ആ സുഹൃതത്തിന് ദേശീയ അവാർഡിന് സമർപ്പിക്കാനുള്ള ഫോറം, അപേക്ഷാ ഫോറം ഞാൻ തന്നെ പൂരിപ്പിക്കണം എന്ന് ശടിച്ച ഗുരുനാഥനായിരുന്നു ഹരികുമാർ. വീട്ടിൽ ചെന്ന് പൂരിപ്പിച്ച് RMSൽ കൊണ്ടുപോയി രജിസ്റ്റേർഡായിട്ട് അയച്ചതും ഞാൻ തന്നെ. വേണമെങ്കിൽ ഞാൻ രജിസ്റ്റർ ചെയ്ത് അയച്ചു സാർ എന്ന് പറഞ്ഞ് ഞാൻ കൊണ്ടങ്ങ് പോയാൽ മതിയായിരുന്നു. നാഷണൽ അവാർഡിൽ മത്സരിക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ ഞാൻ രജിസ്റ്റർ ചെയ്തിട്ട് വിളിച്ചു പറഞ്ഞ് രജിസ്റ്റർ ചെയ്തു. അടുത്ത പടം ഉദ്യാനപാലകൻ. നിർബന്ധിച്ചിട്ട് പോലും ഞാൻ പോയില്ല. എനിക്ക് പകരമാണ് ലാൽ ജോസ് അസോസിയേറ്റ് ആയത്. അടുത്തത് സ്വയംവര പന്തൽ, ഞാൻ കൂടെ പോയി. ഒരുപാട് കഷ്ടപ്പെട്ടു ആ പടം തീർക്കാൻ. പിന്നെ ഒരിക്കലും ഞാൻ സാറിനോട് സഹകരിച്ചിട്ടില്ല. കാരണം ഞാൻ അതോടെ സ്വതന്ത്ര സംവിധായകനായി മാറിയല്ല. അന്നു മുതൽ എനിക്ക് പണി തന്നു പല വിധത്തിൽ എൻ്റെ ഗുരുനാഥൻ. ഇനി ആ മുഖം കാണണ്ടെന്ന് ഞാൻ ഉറപ്പിക്കുകയും അത് ഫോണിലൂടെ പറയുകയും ചെയ്തു. ഇനി ഞാൻ ഒരിക്കലും സാറിൻ്റെ മുന്നിൽ വരികയോ സാറിനെ കാണുകയോ വേണ്ട എന്ന്. എന്നിട്ടും അദ്ദേഹം ഗുരുതരാവസ്ഥയിലാണ് എന്നറിഞ്ഞപ്പോൾ സിന്ധുവിനെയും കൂട്ടിപ്പോയി. ഞാൻ എടുത്തുകൊണ്ട് നടന്ന അദ്ദേഹത്തിൻ്റെ ഇളയ മകള് എന്നോടൊരു നുണ പറഞ്ഞു. വിസിറ്റേഴ്സിനെ ആരെയും കാണിക്കരുതെന്ന് ഡോക്ടറുടെ കർശന നിർദ്ദേശമുണ്ട് അങ്കിളെ എന്നാണ് എന്നോട് പറഞ്ഞത്. കാണാതെ മടങ്ങി. മരിച്ച വിവരം പറഞ്ഞതിനൊപ്പം എന്നെ വിളിച്ചു പറഞ്ഞത് ഇന്ദ്രൻസ് ജയനാണ് വിളിച്ചു പറഞ്ഞത്. നമ്മൾ ഹരികുമാർ സാർ പോയി കേട്ടോ എന്ന് വിളിച്ചു പറഞ്ഞത് ഇന്ദ്രൻസ് ജയനായിരുന്നു. അപ്പോൾ മരണവിവരം വിളിച്ചു പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ ഇന്ദ്രൻസ് ജയനോട് പറഞ്ഞു, അച്ഛനെ കാണാൻ വരരുതെന്ന് ഇളയ മകൾ പറഞ്ഞു. അത് ദിനേശ് അങ്കിൾ അച്ഛനെ കാണാൻ വരരുത്, അതെനിക്കിഷ്ടമല്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പിന്നെന്ത്, ഞാൻ വരുന്നില്ല ജയ എന്നാണ് ഞാൻ മറുപടി പറഞ്ഞത്. ഭാഗ്യത്തിന് അന്ന് കനകലത ചേച്ചി മരിച്ച ദിവസമായിരുന്നു. ഞാൻ അവിടെ പോയി നിന്നു. പാവമില്ലേ, അവരവിടെ സിനിമ ബാഹുല്യമൊന്നുമില്ല. ഞാൻ ആ സ്ത്രീ അവരെ അടക്കുന്നത് വരെ അവിടെ പോയി നിന്നു. അങ്ങനെ എൻ്റെ ഗുരുനാഥൻ്റെ ഡെഡ് ബോഡി അവസാനമായി കാണാനും വരരുതെന്ന് അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ മകൾ ശടിച്ചു എന്നുള്ളതാണ് രസം. ഇത് പുറത്താരോടും ഞാൻ പറഞ്ഞിട്ടില്ല. പകരം അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ശിക്ഷയായ വെബ് സീരിയൽ എന്ന പേരിൽ ബ്ലൂ ഫിലിം എടുക്കുന്ന പാൽപ്പായസമൊക്കെ എടുക്കുന്ന ഒരു മഹതി ഉണ്ടല്ലോ, അവർ വിജയ് ഹാളിൽ ചെന്ന് റീത്തൊക്കെ വെച്ച് ഗുരുനാഥനെ യാത്രയാക്കി. അദ്ദേഹത്തിന് അത് തന്നെ വേണമെന്ന് ഞാൻ പറയും. നമുക്ക് നിർത്താം ഇവിടെ. ഈ 25 വർഷം മുമ്പുള്ള ഡയറക്ടറിൽ നിന്ന് സ്റ്റോറി ഉണ്ടാക്കുമ്പോൾ മനസ്സ് വേറെ വഴിക്കൊക്കെ പോകുന്നു. ഓരോരുത്തരെ പറ്റി ചിന്തിക്കുമ്പോഴും കഥകൾ എൻ്റെ മനസ്സിലിങ്ങനെ തികട്ടി വരുന്നു. ഒന്നുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. എൻ്റെ JC സാറിൻ്റെ രോഗവും വിയോഗവും എൻ്റെ ജീവിതത്തിൽ വലിയ നഷ്ടം തന്നെയായി. മറ്റൊരു ഗുരുനാഥനായ ഹരിസാർ എനിക്ക് എവിടെയൊക്കെ പണി തരാമോ പാര വയ്ക്കാമോ അതൊക്കെ ചെയ്ത് എന്നെ ദ്രോഹിച്ചു, മരിച്ചപ്പോൾ പോലും. നന്ദി, നമസ്കാരം.